ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ്റെ ഒരു ഐറ്റമാണ്, ഒരു രാജസ്ഥാനി കറി. ലാൽ മാസ് എന്നാണ് രാജസ്ഥാൻ സ്റ്റൈലിൽ ഇതിനെ പറയുക, അതായത് ചുവന്ന മാംസം. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 750 ഗ്രാമോളം മട്ടൻ ഞാൻ എല്ലോട് കൂടി വാങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റാക്കി മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറോളമെങ്കിലും കുറഞ്ഞത് വെക്കേണ്ടതുണ്ട്. ഇതിൽ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ അളവ് എടുക്കുമ്പോൾ വെളുത്തുള്ളിയുടെ അളവ് കൂടുതലും ഇഞ്ചിയുടെ അളവ് കുറവുമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കേണ്ടതിന് വേണ്ടിയിട്ട് വറ്റൽമുളക്, അതായത് എരിവില്ലാത്ത വറ്റൽമുളക് നമുക്ക് നന്നായി ഒന്ന് കുതിർത്ത് വെക്കാം. ഒരു 10-18 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എരിവില്ല, അതുകൊണ്ട് തന്നെയാണ് അത്രയും വേണ്ടത്. നമുക്കിതിന് കളറാണ് ആവശ്യം. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കേണ്ടതുണ്ട്. സവാള എടുത്തിട്ടുണ്ട് ഒരു 5 എണ്ണം മീഡിയം സൈസ്. തൈര് 1.5 കപ്പ് നല്ല പോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ മുഴുവൻ മസാല നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പട്ട, കറിയാമ്പ്, ഏലക്ക, വലിയ ഏലക്ക 1 എണ്ണം, ചെറിയ ഏലക്ക 2 എണ്ണം, കുരുമുളക് ഒരു 8-10 എണ്ണം, തക്കോലം, ഇതെല്ലാം ചേർത്ത് 1 ടീസ്പൂൺ അളവിൽ, നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മളിത് എടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കണം. സവാള കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ഈ വറ്റൽമുളകൊന്ന് പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. വറ്റൽമുളക് കുതിർത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു കടായി വയ്ക്കാം. അടുപ്പ് കത്തിച്ച് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നല്ല നെയ്യിട്ട് കൊടുക്കാം. നറുനെയ്യില്ലേ, അതാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓയിലൊന്നും ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണയും ഉപയോഗിക്കരുത്. നറുനെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബേ ലീഫും നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ മുഴുവനായിട്ടുള്ള കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ പൊട്ടി വന്ന ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. സവാള നമ്മളിവിടെ സ്ലൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, വളരെ നേരിയതായിട്ട്. മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. കേട്ടോ, ഇതുപോലെ സ്ലൈസായിട്ട് മുറിച്ചെടുക്കുക. സവാള നല്ലപോലെ വഴറ്റുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള ഏകദേശമൊക്കെ വഴങ്ങി വരുന്നുണ്ട്. സവാള നന്നായി വഴങ്ങി വരുന്ന നേരം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ വറ്റൽമുളക് വെള്ളത്തിലിട്ടിരിക്കുന്നത് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. സവാള വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ അങ്ങനെ ചേർത്ത് കൊടുക്കാം. 1.5 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും ചേർത്ത് അതിൻ്റെ പേസ്റ്റ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇത് കുക്കറിലല്ല വേവിക്കുക, നന്നായിട്ട് ഇത് ചട്ടിയിൽ തന്നെ അടുപ്പത്ത് കിടന്ന് വേവേണ്ട ഒരു കറിയാണ്. കുക്കറിൽ വേവിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും അങ്ങ് പോകും. ഒരു 45 മിനിറ്റോളം എങ്ങനെയും എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി വീണ്ടും മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചെറുതീയിൽ നല്ല പോലെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേസ്റ്റ്, അതായത് വറ്റൽമുളക് കുതിർത്തി എടുത്തിരിക്കുന്ന പേസ്റ്റ്, എരിവില്ലാത്ത മുളകാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത്രയും മുളകിൻ്റെ പേസ്റ്റൊക്കെ കാണുമ്പോൾ പേടിക്കണ്ട കേട്ടോ, ഒട്ടും എരിവില്ല ഇതിന്. ഇനി അഥവാ നിങ്ങൾക്കൊരു എരിവ് കൂടുമോ എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു ഒന്ന് മാറ്റിയ ശേഷം അതിൻ്റെ തോല് മാത്രം എടുത്ത് പേസ്റ്റാക്കിയാലും മതി. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ചെറു തീയിലിട്ട് വേവിക്കാൻ ശ്രമിക്കണം കേട്ടോ. എണ്ണ തെളിയുന്നത് വരെ നല്ലപോലെ വേവിക്കുക. കണ്ടോ, ഇവിടെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്.
വേവ് എന്നാലും കുറച്ചുകൂടെയൊക്കെ ബാക്കിയുണ്ട്. കുക്കറിൽ വേവുന്ന പോലെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടില്ല. മട്ടന് കുറച്ച് വേവുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര്, കുറച്ച് മസാലപ്പൊടികളൊക്കെ കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. തൈരിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. കുറച്ച് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. മസ്റ്റർഡ് ഓയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, കടുകെണ്ണ. അതൊരു 2 ടീസ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്യാം. ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ചെറു തീയിലിട്ട് വീണ്ടും നമുക്കൊരു 15 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന ശേഷം നമ്മൾ തീ ഒന്ന് കുറയ്ക്കണം കേട്ടോ. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തീ കൂട്ടി വെച്ചാലും മിക്സ് ചെയ്ത ശേഷം തീ ഒന്ന് കുറയ്ക്കാം. സിമ്മിലിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടോ, കുറച്ചുകൂടെ വേവ് ബാക്കി നിൽക്കുന്നുണ്ട്. ഈ മസാലകളൊക്കെ ചേർന്ന് നിന്ന് കുറച്ചൊന്ന് വെന്ത് കിട്ടാനുണ്ട്. എണ്ണ തെളിയുന്നത് വരെ ചെറു തീയിൽ നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കാം. കണ്ടോ, കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. കുറച്ച് എണ്ണയുടെ അളവ് കൂടുതലുണ്ടെന്ന് ചിന്തിക്കേണ്ട, കാരണം ഇതങ്ങനെയാണ്, ഈ കറിയുടെ ഒരു ടെക്സ്ചർ അങ്ങനെയാണ്. എൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ പാചകം ചെയ്ത ശേഷം വേണമെങ്കിൽ അതിൻ്റെ കുറച്ച് എണ്ണ സ്പൂൺ വെച്ച് നമുക്ക് എടുത്ത് മാറ്റാം. കുറച്ച് നേരം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. തുറന്നു നോക്കാം. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നാനും റൊട്ടിയും ചോറും എല്ലാത്തിൻ്റെ കൂടെ ഇത് നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒരു റിച്ച് കറിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്തേക്കാം. അടച്ചു മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു കറിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കറക്റ്റ് എടുത്ത ശേഷം മാത്രം പാചകം ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ കറിയുടെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും മാറിപ്പോകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീട്ടിലെല്ലാവർക്കും കൊടുക്കുക. നാനോ റൊട്ടിയോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെയും നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. തുടർന്നും നമ്മുടെ ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ.